രാവിലെ തന്നെ മുടിയൊക്കെ തപ്പിപ്പത്തി വെച്ച് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ പണിക്ക് പോകും. അതാണ് മുഖത്തുനിന്ന് മനസ്സിലാവുന്നില്ലേ, പണിക്ക് പോകുന്നതിന് ഒരു സന്തോഷേ. അങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ, സൂര്യനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ പുള്ളി ഉണ്ടെങ്കിലും അങ്ങ് എന്താ പറയുന്നത്, അത്ര ചൂടില്ല. പിന്നെ ബുക്കാര കഴിക്കാൻ പോയി അടിമാലിയിൽ ഇറങ്ങിയിട്ട്. സോ ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നൊരു ഹോട്ടലാണ്. അപ്പം ഞാൻ അവിടെ കയറി സാധാരണ പോലെ തന്നെ ഒരു കപ്പയും ഒരു ചെറിയൊരു ബീഫ് കറിയും ചായ ഒക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ പതുക്കെ ഇരുന്ന് കഴിച്ചപ്പോഴത്തേനും ബില്ല് കിട്ടിയപ്പോൾ എന്ത് ഓർമ്മ വന്നു, എനിക്ക് റാണി ചേച്ചിനെ ഓർമ്മ വന്നു. റാണി ചേച്ചി ഞാൻ നേരെ കോൾ ചെയ്തു, ചേച്ചി എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു അമ്മൂസ് ഒരു മുട്ടക്കറി 2 ഇടിയപ്പം വാങ്ങിച്ചുകൊണ്ട് പോരാൻ പറഞ്ഞു. ഞാൻ അതും കയ്യിൽ എത്തിയിട്ട് നേരെ ക്രോസ് ചെയ്തു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഏതോ ഒരു സിനിമയിലെ ഷാറുഖ് ഖാൻ ആരാണ്ട് പൊക്കിക്കൊണ്ട് പോകത്തില്ലേ, അത് ഓർമ്മ വന്നേ. പിന്നെ ഇവിടെ ആരെയും ഷാറുഖ് ഖാനെ ഒന്നും കണ്ടില്ല. നേരെ അതും വലിഞ്ഞു കയറി ഡ്രസ്സും മാറി പണിക്ക് പോയി. ഇന്നാണ് ചാടിയതുള്ളി കുറച്ച് നേരത്തെ ഡ്യൂട്ടിയിൽ നിന്ന് ചാടിയത് തന്നെ. ഒരാൾക്കൊരു കുട്ടി സർപ്രൈസ് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്ത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തേക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വാങ്ങിനോട്, എനിക്ക് എന്ത് കുഴപ്പം. ഞാൻ നേരെ ഹണി സിക്സിലോട്ട് പോയി. ഇപ്പോൾ ചേച്ചിക്ക് നല്ലൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഷർട്ടും ഗ്രേ പാൻറ്റും അത് തന്നെ. പക്ഷേ എന്താ പറയുക, തപ്പിയിട്ടൊന്നും കിട്ടിയില്ല, വിധിയിലമ്മണി അത് തന്നെ. അപ്പോൾ കിട്ടിയൊരു നല്ലൊരു ഷർട്ടും നല്ല പാൻറ്റും ഞങ്ങൾ സെലക്ട് ചെയ്തു. ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്തു, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഞാനത് ബില്ല് ചെയ്ത് വാങ്ങിച്ചു. പിന്നെ അത് തന്നെ ഓട്ടോറിക്ഷ തന്നെ. അപ്പോൾ ശരണം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇവിടുന്ന് പോകാനായിട്ട് ചേട്ടയുടെ ഓഫീസിലോട്ട്. അങ്ങനെ ഓട്ടോറിക്ഷ കിട്ടി. രക്ഷപ്പെട്ട അമ്മണി എന്ന് പറഞ്ഞ നിൽക്കുവാണ്. കാരണം മടുത്ത് ചത്തേ, ട്രോള് തള്ളി. എന്നിട്ട് ചെന്നപ്പോഴത്തേനും ചേട്ടായി ഓഫീസിലില്ലായിരുന്നു. താഴെയുള്ള പാലക്കോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് എന്താ അവിടെ എന്തോ ഒക്കെ പോകുന്നുണ്ടായിരുന്നു ടി വിയിൽ. അതൊക്കെ നോക്കി പിന്നെ കഴിച്ചിറങ്ങിയപ്പോൾ ചേട്ടായി വന്നു. നേരെ ചേട്ടായിക്ക് കൊടുത്തു. ചേട്ടായി പോവുകയാണെങ്കിൽ ടാറ്റ ബൈ ബൈ.